ദിശ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB NTPC 2025 എക്സാംസിന് കറണ്ട് അഫയേഴ്സ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഓക്കെ, ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ എക്സാംസിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാത്സിന്റെ പോർഷനിൽ 30 മാർക്സ്, റീസണിങ്ങിന് 30 മാർക്സ്, റിമൈനിങ് 40 മാർക്സ് എന്ന് പറയുന്നത് GK യിൽ നിന്നാണ്. ഈ 40 മാർക്കിന് GK യിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം? ഏകദേശം 10ഓളം സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, പോളിറ്റിക്സ്, സ്ട്രാറ്റജിക്, കമ്പ്യൂട്ടർ, ഇങ്ങനെ 10ഓളം സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സബ്ജക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 40 മാർക്കിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ ഏത് ടോപ്പിക്കിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഈ കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് ഒരു എക്സാമിന് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത്തരത്തിൽ 2025 നടന്ന RRB NTPC ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഈ രണ്ട് എക്സാംസുകളുടെ ടയർ 1 എക്സാംസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അതായത് ഗ്രാജുവേറ്റിന്റെ എക്സാം നടന്നത് ടോട്ടൽ 47 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 57 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു. ഈ രണ്ട് എക്സാംസ് നോക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത്. 47 ഷിഫ്റ്റുകളായിട്ട് നടന്ന ഗ്രാജുവേറ്റ് എക്സാംസിന് ടോട്ടൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ളത് 402ഓളം ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏകദേശം ഒരു ഷിഫ്റ്റിൽ 8 to 9ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അണ്ടർ ഗ്രാജുവേറ്റ് ടോട്ടൽ 57 ഷിഫ്റ്റുകളിലായിട്ട് 701 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നു. ഓക്കെ, 701ഓളം ക്വസ്റ്റ്യൻസ് വന്നു. ഈ 701ഓളം ക്വസ്റ്റ്യൻസ് 57 ഷിഫ്റ്റുകളിലായിട്ടാണ്. ഒരു ഷിഫ്റ്റിൽ 12 to 13 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. 40 ക്വസ്റ്റ്യൻസിൽ ഏകദേശം 12 to 13 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ GK അല്ലെങ്കിൽ ആ 40 മാർക്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഏത് തന്നെയാണ്? കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ബാക്കി ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ആയിട്ട് നടന്ന തൊട്ട് മുന്നേ നടന്ന ഈ രണ്ട് എക്സാംസ് നോക്കുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. പിന്നീട് നമുക്ക് ഫേവർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുന്നേക്ക് RRBയുടെ എക്സാം നടക്കുമ്പോൾ ഏകദേശം ഒരു 2 ഇയറിലേക്ക് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കുന്ന എക്സാമിന് ഒരു 6 മാസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 2025 നടന്ന എക്സാംസിന് 2025 തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അത് ശരിക്കും നമുക്കൊരു ഫേവർ ആണ്. കാരണം ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതില്ല, എന്നാൽ പഠിച്ചതിൽ നിന്ന് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇനി വരുന്ന നമ്മുടെ NTPC എക്സാമിന് ഡെഫിനറ്റ്ലി കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് നമ്മൾ പോകും, എന്നാലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ: In January 2025, which woman cricketer received Polly Umbriger Award from BCCI? അതായത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ചോദിച്ചു കണ്ടതാണ് അപ്പോയിന്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു മെത്തേഡിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമോ? അതിന് വേണ്ടിയിട്ടാണ് ടോട്ടൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സ്പോർട്സിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് കറണ്ട് അഫയേഴ്സ് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് എങ്ങനെ പഠിക്കും? അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ്? ഏത് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എക്സാമിന് മുന്നേ പഠിച്ചിട്ട് പോകേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇതൊരു ഫാക്റ്റ് ആയിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കോർ ഏരിയാസ് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്മിറ്റുകൾ പഠിക്കണം. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സ്കീംസ് ഉറപ്പായിട്ട് നോക്കണം. ഇന്റർനാഷണൽ റിലേഷൻസ് നോക്കണം. നാഷണൽ ഇവന്റ്സ് ആൻഡ് ഇനാഗുറേഷൻ.
അപ്പൊ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ സയൻസ്, സ്പോർട്സ്, എക്കണോമി, നമ്മുടെ ISRO, DRDO മിഷൻസ്, ഉറപ്പാണ് സ്പോർട്സ് മേജർ സ്പോർട്സ് ടൂർണമെന്റ്സ്, ഒളിമ്പിക്സ്, ക്രിക്കറ്റ്, അങ്ങനെ നമ്മുടെ യൂണിയൻ ബജറ്റും എക്കണോമിക് സർവേയും പഠിക്കണം. പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സും റെസിഗ്നേഷനും. അപ്പൊ ഇത്തരത്തിൽ ഈ 2 ഏരിയയിൽ വരുന്ന ടോപ്പിക്കുകളെ കൃത്യമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ് ഈ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സുകൾ പഠിച്ചോണം, ഗവൺമെന്റ് സ്കീമുകൾ പഠിച്ചോണം, അതുപോലെ തന്നെ അവാർഡ്സുകൾ, നോബൽ പ്രൈസ്, പത്മ അവാർഡ്സ്, നാഷണൽ ഫിലിം അവാർഡ്, സ്പോർട്സ് ഓണേഴ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള അവാർഡുകളും പ്രോപ്പർലി പഠിച്ചോണം. ഈ ഒരു ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് പ്രോപ്പർലി പഠിക്കണം? അതായത് എക്സാമിന് മുന്നേ ഉള്ള ഒരു 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ അതിൽ തന്നെ നല്ലൊരു മാർക്ക്, അതായത് കറണ്ട് അഫയേഴ്സ് 20-30 ക്വസ്റ്റ്യൻസിൽ ഒരു 10 to 11 ക്വസ്റ്റ്യൻസോളം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ആ ഒരു 12 മാസം പഠിക്കുന്നതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന NTPC ഗ്രാജുവേറ്റ് എക്സാമിന്റെ ടയർ 2 നോക്കുവാണെങ്കിൽ തൊട്ട് തലേ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് മനസ്സിലായി, ഏതൊക്കെ ഏരിയാസ് പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇവയെ പഠിക്കേണ്ടത്? ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് പ്രോപ്പർലി എങ്ങനെയാണ് പഠിക്കേണ്ടത്? കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മന്ത്ലി കമ്പൈലേഷൻസ് പഠിക്കാം. അതായത് മന്ത്ലി CAയുടെ PDF നോക്കി അത് റെഫർ ചെയ്ത് ടോട്ടലി പഠിക്കാം. നമ്മുടെ എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പോഴേ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് മുതൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക. മുന്നേയുള്ള മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് മന്ത്ലി പഠിക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു. ഒരു വീക്കിന്റെ എൻഡിൽ എത്തുമ്പോൾ വീക്കിലി എന്ത് ചെയ്യണം? വീക്കിലി പഠിച്ച കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു 1 വീക്കിൽ പഠിച്ച കാര്യങ്ങളെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ റിവൈസ് ചെയ്യണം. അങ്ങനെ ഒരു 1 മന്ത് ആവുന്ന സമയത്ത് ആ 1 മന്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീണ്ടും വായിക്കണം. അപ്പൊ നമ്മള് പ്രോപ്പർലി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കിട്ടുവാണെങ്കിൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് റീഡ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മന്ത്ലി കമ്പൈലേഷൻസ് ഫുള്ള് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതെന്തായാലും പ്രോപ്പർലി ഓർത്തിരിക്കുക. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നടന്ന ലേറ്റസ്റ്റ് ന്യൂസ് പറയുവാണെങ്കിൽ നമുക്കറിയാം ഭൂപൻ ഹസാരിക അല്ലെ? ഭൂപൻ ഹസാരിക ഏത് സ്റ്റേറ്റ് ആണ്? ആസാമാണ്. അപ്പൊ ഈ ഭൂപൻ ഹസാരികയുടെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 1 ഇയർ, ഒരു വർഷം നീളുന്ന സെലിബ്രേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ആസാം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും 1 ലൈനർ ആയിട്ട് ഇങ്ങനെ വായിച്ചു വിടുകയല്ല വേണ്ടേ. ഭൂപൻ ഹസാരികയുടെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 1 ഇയർ അവിടെ സെലിബ്രേഷൻസ് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന് പഠിച്ചു, അല്ലെങ്കിൽ വായിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഭൂപൻ ഹസാരികയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫാക്റ്റുകളോടെ പഠിച്ചോണം. അങ്ങനെ വരുമ്പോഴാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഭൂപൻ ഹസാരിക്ക് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ആണെങ്കിൽ 1977, പത്മഭൂഷൺ ആണെങ്കിൽ 2011, പത്മവിഭൂഷൺ ആണെങ്കിൽ 2012. ഇതുകൂടാതെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം എന്ന് പറയുന്നത് അത് 1992 ഭാരതരത്ന, ഭൂപൻ ഹസാരിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 2019 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അറിയുക, ഭൂപൻ ഹസാരികയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഭൂപൻ ഹസാരികയുടെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 1 ഇയർ ലോങ് ആസാമില് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോ ഭൂപൻ ഹസാരികയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകൾ അറിയുക. പത്മശ്രീ ലഭിച്ചു 1977, പത്മഭൂഷൺ ലഭിച്ചു 2011, പത്മവിഭൂഷൺ ലഭിച്ചു 2012, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആണെങ്കിൽ 1992, ഭാരതരത്ന ആണെങ്കിൽ 2019. ഈ ഒരു രീതിയിൽ കാര്യങ്ങളെ പ്രോപ്പർലി ഓർഡറിൽ പഠിച്ചു വെക്കണം. ഓക്കെ, ഇൻഡിപെൻഡന്റ് MLA ആയിട്ടും 1967 ആരെ സെലക്ട് ചെയ്തിട്ടുണ്ട്?
നമ്മുടെ ഭൂപനസാരികയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫാക്റ്റുകൾ കൂടി കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്കീമുകളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സ്കീമുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ടുകൾ കൂടി പഠിക്കണം. ഓരോ സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര എമൗണ്ട് ആണ്, അത്തരത്തിലുള്ള എമൗണ്ടുകളും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇത്രയും കാര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. വരുന്ന NDPSC എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ 40 മാർക്സിൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. പഠിക്കാം എങ്ങനെയൊക്കെ, മന്ത്ലി കമ്പൈലേഷൻസ് ഫോളോ ചെയ്യാം. ഇപ്പൊ മുതൽ ഓരോരോ ദിവസം പ്രോപ്പർലി കറണ്ട് അഫയേഴ്സ് റീഡ് ചെയ്ത് വിടാം. വീക്കിന്റെ എൻഡിൽ 1 വീക്കിൽ പഠിച്ച കാര്യങ്ങളെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഓൺലൈനർ അങ്ങനെ പഠിച്ചു പോവാതെ പകരം ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് ഈ സ്ലൈഡിലൂടെ നമ്മൾ പറയുന്നത്. അതായത് ലാസ്റ്റ് ഒരു 6 to 12 മന്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 6 മന്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് സോഴ്സ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. ഡെയിലി വായിക്കുന്നവരാണെങ്കിൽ ഡെയിലി അങ്ങനെ തന്നെ വായിക്കുക. അതിനുശേഷം മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡെഫിനറ്റ്ലി വായിച്ചോണം. ഒരു മന്തിൽ ഒരു 300+ കറണ്ട് അഫയേഴ്സ് പ്രോപ്പർലി വായിക്കുക. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കറണ്ട് അഫയേഴ്സ് ഓൺലൈനായിട്ട് വായിച്ചു പോവാതെ അതിൽ വരുന്ന സ്റ്റാറ്റിക് കറണ്ട് അഫയേഴ്സ് കോംബോ ഈ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്ന അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജിക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ മിക്സ് ചെയ്ത് പഠിക്കാതെ അതൊന്ന് ടോപ്പിക് വൈസ് ആക്കി പഠിച്ചു നോക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്കിലെ 1 മന്തിലെ കറണ്ട് അഫയേഴ്സ് എടുക്കുവാണെങ്കിൽ ആ 1 മന്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സുകൾ, ആ 1 മന്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ അഫയേഴ്സ്, ആ 1 മന്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകൾ, ഇങ്ങനെ ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയിൽ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. ഓർക്കുക, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രയോറിറ്റിക്ക് ആ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സുകൾ വായിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതെന്തായാലും മറക്കാനായിട്ട് പാടില്ല. പിന്നെ നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറയുന്നത് ഡെയിലി വായിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി അങ്ങ് വായിക്കുക കേട്ടോ. അതിനുശേഷം അതിനൊന്ന് വീക്കിലി റിവൈസ് ചെയ്തോളുക. പിന്നെ എന്താക്കുക, മന്ത്ലി വായിക്കുക. ഓക്കെ, പെട്ടെന്ന് ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് എടുത്താൽ നമുക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അസൽ നമ്മൾ ഡെയിലി അങ്ങ് വായിച്ചു പോകണമെങ്കിൽ നമുക്ക് വായിച്ച് ഓർമ്മയുണ്ടാവും മന്ത്ലി കമ്പൈലേഷൻസ് എടുത്ത് വായിക്കുന്ന ടൈമിൽ. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ ഒരു മന്തിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ ആ ഒരു മന്തിലെ ക്യൂസസ് മാക്സിമം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു മന്തിലെ മന്ത്ലി ക്യൂസസ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. ഇതിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അത്തരത്തിൽ മന്ത്ലി ക്യൂസസ് ഡെഫിനറ്റ്ലി ചെയ്യണം. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി റിവിഷൻ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ആ മന്ത്ലി റിവിഷൻ വീഡിയോസിന്റെ PDF ഒക്കെ എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചതിൽ കുറെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഡെഫിനറ്റ്ലി അതിലുണ്ടാവും. അപ്പൊ അറിയാത്ത ഫാക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ NTPSCക്ക് 2025 ചോദിച്ചിട്ടുള്ള CA ക്വസ്റ്റ്യൻസിനെ ഒന്ന് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ ആ CA ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. കറണ്ട് അഫയേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിപ്പോ 402ഓളം ക്വസ്റ്റ്യൻസ് ഗ്രാജുവേറ്റിനും 700+ ക്വസ്റ്റ്യൻസ് അണ്ടർ ഗ്രാജുവേറ്റിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുവാണെങ്കിൽ പ്രോപ്പർ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയാണോ എക്സാമിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം പ്രോപ്പർലി മനസ്സിലാക്കാൻ ഈ വർഷം നടന്ന നമ്മുടെ NTPSC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ പ്രോപ്പർലി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും അല്ലെ, കറണ്ട് അഫയേഴ്സ് പ്രോപ്പർലി പഠിക്കും, പക്ഷെ എന്ത് ചെയ്യും, മറന്നു. പഠിക്കും, മറക്കും അല്ലെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, കൃത്യമായിട്ട് റിവിഷൻസ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ് തന്നെ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക നോട്ട്. അത്ര തവണ നോട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു. സ്റ്റേറ്റുകളിലൊക്കെ കുറെ ഫാക്റ്റുകൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ മറക്കാതിരിക്കാൻ കൃത്യമായ ഇന്റർവെല്ലുകളിൽ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 10 കാര്യങ്ങൾ മെയിൻലി ഒന്ന് ഫോക്കസ് ചെയ്തോളുക. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ ആയില്ലേ, കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് മനസ്സിലാക്കി.
കറണ്ട് അഫയേഴ്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കി. പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ഇനി ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് നോക്കാം. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 6 to 8 months ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള ഫോക്കസ്, ഡു ഫോക്കസ് ഹെവിലി ഓൺ ദി ലാസ്റ്റ് 6 to 8 months ബിഫോർ ദി എക്സാം ഡേറ്റ്. ലാസ്റ്റ് ഒരു 6 to 8 മാസത്തെ കറണ്ട് അഫയേഴ്സിലായിരിക്കണം നിങ്ങളുടെ വളരെ വലിയ ഫോക്കസ് എന്ന് പറയുന്നത്. എല്ലാ വീക്കെൻഡിലും നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് ഉറപ്പായിട്ടും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അതിനിടെ വരാൻ പാടില്ല. പഠിച്ച കാര്യങ്ങളെ വീക്കെൻഡിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്തോളുക. അത് റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ടൈം അങ്ങ് മാറ്റി വെച്ചേക്കുക. ഇനി ശ്രദ്ധിക്കുക, ഡോണ്ട് ഇഗ്നോർ സയൻസ് ആൻഡ് ടെക്നോളജി. ചിലപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുകൊണ്ട് സ്കിപ്പ് ചെയ്യല്ല വേണ്ടേ, അത് ഡെഫിനറ്റ്ലി പഠിച്ചോണം. എന്തുകൊണ്ടാ? ദേ ആർ RRB ഫേവറേറ്റ്സ്. RRBയുടെ ഫേവറേറ്റ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയിൽ ഒന്നാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? പ്രോപ്പർ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. അതുപോലെ ഡു മെമ്മറൈസ് ഹെഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സക്സസ് നോട്ട് അബൌട്ട് റീഡിങ് എവറിത്തിങ് വൺസ്, ഇറ്റ് ഈസ് അബൌട്ട് റീഡിങ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് മൾട്ടിപ്പിൾ ടൈം. ഒറ്റയായിട്ട് വായിക്കുന്നതല്ല കാര്യം, അത് നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതിലാണ്. അതിലാണ് സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ വീണ്ടും പറയുന്നു, പഠിച്ച കാര്യങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്ത് വരുമ്പോൾ എക്സാമിന്റെ ടൈമിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരിക്കലും എക്സാം ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് പ്രോപ്പർലി പഠിച്ചു പോവുക. അപ്പൊ വലിയ ബർഡൻ ഇല്ലാതെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ദിശ ഓൺലൈൻ അല്ലെങ്കിൽ നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി നമ്മുടെ RRB NTPCയുടെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കോഴ്സിലെ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഓൺലൈൻ മെന്റർ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് ഡയറക്ട്ലി, അതായത് ആ ഒരു ടൈമിൽ തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ റെക്കോർഡ് വേർഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ റെഡി ടു സക്സീഡ്. ഓർക്കുക, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു ക്രാക്കിംഗ് RRB NTPC. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയേക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി കറണ്ട് അഫയേഴ്സ് സെക്ഷൻസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.